വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾക്ക് അനുസൃതമായി, എന്നാൽ തീവ്ര നിലപാടുകളെടുക്കാതെയും അതിപുരോഗമനമായ മാർഗങ്ങളിലേക്ക് സഞ്ചരിക്കാതെയും പ്രേക്ഷകരോട് സംവദിക്കുന്നതിൽ വിദഗ്ധനായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 10 കൽപ്പനകളിലൂടെയുള്ള നമ്മുടെ ചർച്ച ഇന്ന് 7ാം കൽപ്പനയിൽ എത്തി നിൽക്കുകയാണ്. മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ, സാധാരണക്കാരൻ്റെ മനസ്സിൽ വരുന്നത് ഒരു കള്ളൻ, ഒരു മോഷണം, അതൊക്കെയാണ്. നമ്മളൊക്കെ ഈ കൽപ്പനകൾക്ക് അതീതമായിട്ടുള്ളവരാണ് എന്നുള്ളൊരു ചിന്ത വരും. കാരണം ഇത് കള്ളന്മാരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ സാർവത്രിക മതബോധന ഗ്രന്ഥം വായിച്ച് നോക്കുമ്പോൾ, അത് വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ ഈ മോഷണത്തിലെ പങ്കാളികളായിട്ട് മനസ്സിലാവും. അപ്പോൾ അന്യൻ്റെ വസ്തു അവൻ്റെ ഹിതത്തിന് എതിരായിട്ട് കൈക്കലാക്കുന്നത് മാത്രമല്ല മോഷണം എന്നുള്ളൊരു ചിന്ത ഈ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കും. എന്താണ് ഇതിൻ്റെ അന്തരാർത്ഥങ്ങൾ? മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പനയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്, സഭ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? സാറ് പറഞ്ഞത് ശരിയാണ്. മോഷ്ടിക്കരുത് എന്നുള്ള പ്രമാണം നമ്മൾ ചെറുപ്പകാലങ്ങളിൽ പഠിച്ചത് മുതൽ, ഇങ്ങനെ കുമ്പസാരത്തിന് ഒരുങ്ങുന്ന കാലഘട്ടം മുതൽ മനസ്സിൽ വന്നുകൊണ്ടിരുന്നൊരു കാര്യം, നമ്മൾ മറ്റു കുട്ടികളുടെ സ്ലേറ്റ് പെൻസിലെടുക്കരുത്, പുസ്തകം മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ അടുത്ത പറമ്പിൽ കിടക്കണ മാങ്ങ പൊട്ടിക്കരുത്. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് നമ്മളത്. പിന്നെ കുറച്ചുകൂടെയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കി. വേറെ ആളുകളുടെ പറമ്പിൽ തേങ്ങ വീഴുന്നുണ്ടാവും. തൃശ്ശൂർ ഭാഗത്തൊക്കെ എൻ്റെ നാട്ടിൽ ചില പറമ്പുകളിൽ തേങ്ങ ഇങ്ങനെ ഇഷ്ടം പോലെ വീണു പോകുന്നു. പക്ഷേ അതൊന്നും കാലത്തിനനുസരിച്ച് ആ മാസം പെറുക്കിയെടുക്കുന്ന ഒരു രീതി ഒരുപക്ഷെ അതിൻ്റെ ഉടമസ്ഥർക്ക് ഉണ്ടാവില്ല. പിന്നെ അതിർത്തികളും അങ്ങനെ കൃത്യമായിട്ട് പാലിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചില ആളുകൾ പറയും, അവിടെ കുടിയെടുപ്പുകാർ അവൻ്റെ അടുത്തുണ്ട്, അവർ വിശ്വസ്തരാണ്, ആരും അത് കൊണ്ടുപോയില്ല. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കുടിയെടുപ്പുകാർ അത് ശേഖരിച്ചു വെക്കും, വേറെ ആളുകൾ കൊണ്ടുപോകാതിരിക്കാൻ കൂട്ടി വെച്ചിട്ട് അത് ഉടമസ്ഥൻ വരുമ്പോൾ കൊടുക്കും. അത്രയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ അന്യൻ്റെ പറമ്പിലെ ഒരു തേങ്ങ എടുത്തുകൊണ്ട് പോയാൽ അത് ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു തെറ്റ്. അതൊക്കെയാണ് മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പണ്ടത്തെ കാലത്ത് വന്നിരുന്നത്. പക്ഷേ ഇന്ന് മോഷണം വളരെ വിദഗ്ധമായ രീതിയിലാണ് നടക്കുന്നത്. പണ്ടത്തെ തേങ്ങാക്കള്ളനൊന്നുമല്ല ഇന്നത്തെ കള്ളൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടെയും പിന്നെ നവമാധ്യമങ്ങൾ വന്നതോടുകൂടെയും കളവ് ബഹു സമർത്ഥമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമ സാറ് ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വർഷങ്ങൾക്ക് ശേഷം കഥ മോഷണമാണെന്നുള്ളതാണ്. കഥകൾ എല്ലാവരും മോഷണമാണ്. പ്രധാനമായിട്ടുള്ള കാര്യം വല്ലവരുടെയും ട്യൂൺ ചെയ്ത സാധനം, വല്ലവരും എഴുതിയ കഥ, അതെല്ലാം മാറ്റിയെടുത്ത് വേറെ ആൾക്കാരുടെ പേരിൽ സിനിമാ ലോകത്ത് നടക്കുന്നൊരു കാര്യം വളരെ നർമ്മത്തോടു കൂടെ അത് സത്യമാണെന്ന് ആ നേരത്ത് തിയേറ്ററിൽ ഇരിക്കുന്ന കുറേ പേര് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ അത് ഏതാണ്ട് സത്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ തീസിസുകൾ മോഷ്ടിച്ചതിൻ്റെ കഥയൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ മോഷണം വലിയ രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ആ മോഷണത്തിൻ്റെ ആന്തരാർത്ഥങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കാൻ, ഈ രീതിയിൽ വായിക്കാൻ ഈ സാർവത്രിക മതബോധനത്തിൻ്റെ അതിലെഴുതിയിട്ടുള്ള വരികൾക്ക്, അതിലെ ഓരോ ആർട്ടിക്കിൾസിനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ എന്നെ ഏറ്റവും സന്തോഷപ്പെടുത്തിയ കാര്യം. അപ്പോൾ ഇതിൽ എന്താണ് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അത് അന്യൻ്റെ വസ്തുക്കൾ എടുക്കരുത്, അല്ലെങ്കിൽ അവൻ്റെ വസ്തുക്കൾ പിടിച്ചു വയ്ക്കരുത്, അവൻ്റെ വസ്തുക്കൾ നശിപ്പിക്കരുത് എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു വ്യവച്ഛേദങ്ങൾ ഇതിൽ ആദ്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അന്യൻ്റെ വസ്തുക്കൾ എടുക്കാതിരിക്കാൻ ഇങ്ങനെ തേങ്ങ കട്ടെടുക്കുക, അല്ലെങ്കിൽ വേറെ ആളുടെ കയ്യിലിരിക്കുന്ന സാധനം എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റുള്ളവൻ്റെ അധ്വാന ഫലത്തെ യാതൊരു അധ്വാനവും സ്വയമായി ചെയ്യാതെ അടിച്ചു മാറ്റുന്ന, അത്
തീർച്ചയായിട്ടും വലിയ മോഷണം തന്നെയാണ് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അതാണ് ടി ഡി രാമകൃഷ്ണൻ ഇട്ടിക്കോര എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ നോവലില് മനോഹരമായിട്ട് കോരയുടെ സുവിശേഷം എന്ന് പറയുന്ന 24-ാം അധ്യായത്തിലെ മനോഹരമായിട്ട് പറയുന്ന പുതിയ സുവിശേഷം ഇതാണ്. കോരയുടെ സുവിശേഷം ഇതാണ്. കച്ചവടക്കാരൻ്റെ സുവിശേഷം എന്താണ്? അന്യൻ്റെ അധ്വാന ബലത്തെ ഏറ്റവും ഒരു പ്രതിഫലവും കൊടുക്കാതെ അടിച്ചു മാറ്റുക. അതിലാണ് ഒരു കച്ചവടക്കാരൻ്റെ വിജയം എന്ന് കോര ചെറുമക്കളോടൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മറ്റൊരാൾ നികുതി കൊടുക്കാതിരിക്കുക, നികുതി കൊടുക്കാതിരിക്കുന്നത് തന്നെ വലിയ രീതിയിലുള്ള മോഷണമാണ്. നികുതി വെട്ടിപ്പ്, ഇനി അറിഞ്ഞുകൊണ്ട് നികുതി പിരിക്കാതിരിക്കുക ചില ആൾക്കാരുടെ. നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ തന്നെ കോടാനുകോടി ഒക്കെ വലിയ തട്ടിച്ചിട്ട് കടന്നു പോയ ആളുകൾ ഉണ്ട്. പക്ഷെ ഇവിടെ ചിലപ്പോൾ ചെറിയ രീതിയിൽ നികുതി അടയ്ക്കാത്തവനെ പിഴിഞ്ഞ് വിഷമിപ്പിക്കുകയാണ്. മറ്റത് മോഷണത്തിൻ്റെ പരിധി അതുക്കും മേലെയാണ്. അതുക്ക് മേലെയാണ്. മോഷണത്തിലൊന്നും അത് പെടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ മോഷണം ചെയ്തിട്ട് അവർ അടയ്ക്കാത്ത പൈസ നമ്മൾ ടാക്സ് കൊടുത്ത് അടച്ച് മാറ്റുന്ന ഒരു രീതിയിലേക്ക് രാഷ്ട്രത്തിൻ്റെ ഉന്നതമായ തലങ്ങളിൽ പോലും ഉള്ള വെട്ടിപ്പുകൾ നടക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന രീതിയിലുള്ള അന്യൻ്റെ വസ്തുക്കൾ മോഷ്ടിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്തു, നമ്മുടെ വോട്ട് പോലും മോഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോഷണത്തിന് കൂലി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂലി കൊടുക്കുന്നത് നീട്ടിവെക്കുക. ഈ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട മാസാമാസം കൊടുക്കേണ്ട കാര്യങ്ങൾ ശമ്പളമാകാം, അവർക്ക് അനുവദിച്ച് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങളാകാം, അത് മാസങ്ങൾ നീട്ടി വെച്ച് കൊടുക്കും തോറും അത് മോഷണം തന്നെയാണ്. പിടിച്ചു വെച്ച കൂലി അതിൻ്റെ കരച്ചിൽ സ്വർഗത്തിലും എത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മോഷണം എന്ന് പറഞ്ഞാൽ തേങ്ങാക്കള്ളനൊന്നും അല്ല ഈ സംഭവം. ഇന്ന് മനുഷ്യന് നീതി കൊടുക്കാത്ത രീതിയിൽ മനുഷ്യന് അർഹതപ്പെട്ട കാര്യങ്ങൾ ആര് അത് സമയത്ത് കൊടുത്താലേ അതിന് നീതിയുള്ളൂ. ഇപ്പോൾ കോടതിയിൽ തന്നെ കേസ്, സാറ് വക്കീലാണ്, വക്കീലെന്ന രീതിയിൽ അങ്ങേക്ക് കോടതികളുടെ കാര്യങ്ങൾ ധാരാളം എന്നേക്കാൾ കൂടുതൽ അറിയാം. വൈകുന്ന നീതി അനീതിയാണെന്നാണല്ലോ, നിഷേധിക്കപ്പെട്ട നീതിയാണ്. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നല്ലവനായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ട് ശീലമായതുകൊണ്ട് പിന്നെ അത് നമ്മൾ യൂസ്ഡായി. പക്ഷേ അതൊക്കെ ഇതുപോലെ പറയുന്ന വലിയ വലിയ ഈ മോഷ്ടിക്കരുത് എന്നുള്ളതിന് ഒരുവൻ്റെ നാമമാണ്, സൽപ്പേരാണ് മോഷ്ടിക്കുന്നത്. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുകയാണ്. നമ്മളെയൊക്കെ പലരും വാർത്താമാധ്യമങ്ങളിൽ തേച്ച് കഴിയുമ്പോൾ എന്തുമാത്രം തെറ്റിദ്ധാരണകളാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പുലർത്തുന്നത്. അപ്പോൾ നമ്മളെക്ക് അതുപോലെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ പഴയ ടൈപ്പ് സാധനങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയണേ കേട്ടോ. പണ്ടത്തെ തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള കുന്നായ്മകളും കുശുമ്പുകളൊക്കെ ഇന്നും സമൃദ്ധമായിട്ടുണ്ട്. പണ്ട് വേലിയില്ല, സാറ് പറഞ്ഞു അതിരുകളില്ല എന്ന്. ഇന്നും മതിൽ കെട്ടുന്നു. മതിൽ കെട്ടുമ്പോൾ നമ്മൾ അവൻ്റെ ഒരു ഇച്ചിരി സാധനം ഇങ്ങോട്ട് കടക്കാവുന്ന രീതിയിൽ അങ്ങോട്ട് ചേർത്ത് കെട്ടും. ഇനി വേറെ ചിലർ ചെയ്യണത്, അവൻ മതിൽ കെട്ടിയില്ലേ, അപ്പോൾ മതിലിൻ്റെ ഇപ്പുറത്ത് എൻ്റെ സ്ഥലത്ത് വലിയൊരു തോട് അങ്ങോട്ട് ചാലി കീറുക. ഞാൻ അവൻ്റെ സ്ഥലത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ, അടുത്ത മഴയ്ക്ക് അവൻ ഇങ്ങോട്ട് വീണു, രണ്ടും ഒന്നാവും. ഈ രീതിയിലുള്ള അങ്ങനത്തെ പഴയ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് കുറഞ്ഞ പ്രാകൃതമായ കളവുകൾ ഇപ്പോഴും ധാരാളം നടക്കുന്നുണ്ട്. അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഓരോരുത്തരും അവൻ്റെ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള കളവുകൾ ഇന്ന് ധാരാളം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ എടുക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്നതും മോഷണം തന്നെയാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പൊതു നന്മയ്ക്കായിട്ട് ഉള്ളതാണ് എല്ലാ വ്യക്തികളുടെയും സമ്പത്തുകൾ എന്നുള്ളൊരു ധാരണ മനുഷ്യനില്ല. അത് പക്ഷേ ഈ മതബോധന ഗ്രന്ഥം പറയുന്നത് സൃഷ്ടവസ്തുക്കൾ മൊത്തം മനുഷ്യകുലത്തിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ ചെയ്ത നല്ല മനുഷ്യരുണ്ട്. നമ്മളെല്ലാം നിഷേധാത്മകമായിട്ട് കാണേണ്ട കാര്യമില്ല. ഞാൻ ഈ അടുത്ത് ബാംഗ്ലൂർ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ആശ്രമങ്ങളിലൊക്കെയാണ് കൂടുതൽ അത് അവർ ഇപ്പോഴും പാലിക്കുന്നത്. കിണറിലെ വെള്ളം അത് ആ ഗ്രാമത്തിലെ ആർക്കും വന്നു വേണം. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ വിരാജ്പേട്ട ഉള്ളൊരു ആശ്രമത്തിൽ സിസ്റ്റേഴ്സ് 2 പേരേ ഉള്ളൂ, ഒരു ഫ്രഞ്ച് സിസ്റ്ററും
അപ്പോൾ അവരുടെ അടുത്ത് ആ നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ കിണറുണ്ട്. അപ്പോൾ ആ കിണറിൽ നിന്ന് എല്ലാവരും, അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ കിണർ എല്ലാവരും ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണേ അച്ഛാ, അതുകൊണ്ട് അത് നമ്മളൊരിക്കലും വെള്ളം മുടക്കുകയില്ല ആർക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ കിണർ കുത്താൻ സഹായിച്ച ഫണ്ട് തന്ന ആളുകൾ ഞങ്ങളോട് ആകെ പറഞ്ഞ ഒരേ ഒരു ഉപാധി ഇത് മാത്രമാണ്. എന്താണ്? ആർക്ക് ഈ വില്ലേജിൽ ജാതിമത ഭേദമന്യേ ആർക്ക് വെള്ളം എന്നൊക്കെ വേണോ അവർക്കെല്ലാവർക്കും അത് കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള ഉദാരമായ മനസ്സോടു കൂടെയാണ് പലരും നമുക്ക് ഇങ്ങനെ പലയിടത്തുമൊക്കെ പൊതു കിണറുകൾ, ഇപ്പോൾ വലിയ പണ്ടത്തൊക്കെ നമ്മുടെ വീടുകളിൽ എല്ലാ വീട്ടിലും കിണറുണ്ടായില്ല. അപ്പോൾ എല്ലാ വീട്ടിലും കിണറില്ലാതിരുന്നുകൊണ്ട് ഒരു കിണറുള്ള ഒരാൾ അത് വെള്ളം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മാരകമായ കുറ്റമായിട്ട്, അതും ഒരു മോഷണമാണ്. നമ്മുടെ പക്ഷേ കാരണന്മാർ ഇതേപോലെ വളരെ അതിർത്തികളിൽ കിണർ കുത്തിയിരുന്നു. രണ്ട് മക്കൾക്കും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട്. അത് പിന്നീട് ഞങ്ങളുടെ വക്കീൽമാർക്ക് സൗകര്യമായിരുന്നു, അത് കേസായി മാറും അവസാനം. അതിർത്തി കിണർ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടു കൂട്ടർക്ക് അവകാശപ്പെട്ടാണ്. അത് പക്ഷെ ഒരു ജനറേഷൻ കഴിയുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ മാതാപിതാക്കള് അങ്ങനെ വലിയൊരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റട്ടെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്വന്തമായ ഒരു സ്ഥലത്ത് ഇപ്പൊ ഓരോ കിണറുള്ള ആൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഈ വെള്ളം അടുത്ത വീട്ടിലുള്ളവർക്ക് അവകാശപ്പെട്ടതല്ല എന്ന്. കാരണം അടുത്ത വീട്ടിലെ ആൾ കൂടി ഒരു കിണർ കുത്തുമ്പോൾ ഈ ഭൂഗർഭജലം അവനും ഷെയർ ചെയ്യുകയാണ്. അതോടുകൂടെ ഇവൻ്റെ വെള്ളം കുറയുകയാണ്. ഇപ്പം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ബാംഗ്ലൂർ കണ്ടു. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് 3000 ചില്ലാനം ചെറിയ ചെറിയ തടാകങ്ങൾ ബാംഗ്ലൂർ പട്ടണത്തിലുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ചെറിയ തടാകങ്ങൾ, വലുതല്ല. ബാംഗ്ലൂർ മാത്രമല്ല, മൊത്തം സൗത്ത് ഇന്ത്യയിൽ കുറഞ്ഞു. അത് ബാംഗ്ലൂർ ഇപ്പോൾ വെള്ളം കിട്ടാത്തതിൻ്റെ കാരണം പറഞ്ഞത് ഈ സാധനങ്ങളെല്ലാം അടിച്ച് ബിൽഡിങ് കയറി. അതെല്ലാം മോഷണം തന്നെയാണ്. പൊതു സമ്പത്താണ് കോർപ്പറേറ്റുകൾ മോഷണം ചെയ്ത്. കോർപ്പറേറ്റുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെൻറ് അതിനുള്ള കൈക്കൂലി വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ മോഷണം എന്ന് പറയുന്ന ആ ഒരു തിന്മയെ, ഒരു പാപത്തെ ചെറിയ രീതിയിൽ കാണാനായിട്ട് ഇന്ന് സാധിക്കില്ല. എനിക്ക് ലഭിച്ചിട്ടുള്ള എൻ്റെ എല്ലാ വസ്തുക്കളും, ഇപ്പം നമ്മുടെ വീടുകളിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് റേഡിയോ വന്നപ്പോൾ, ഞാൻ പല റേഡിയോ കേൾക്കുന്ന ഒരാളാണ് സ്ഥിരം. അപ്പോൾ അതിലൊക്കെ ഈ റേഡിയോ എങ്ങനെ സ്നേഹം വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തർ അനുഭവങ്ങൾ പറയും. പിന്നീട് റേഡിയോയിൽ പ്രവർത്തിച്ച വലിയ ഉൽപ്പതിഷ്ണുക്കളായ ആളുകളാണ്. പക്ഷെ അവർ ആ ചെറുപ്പകാലത്ത് പറയണത്, ഞങ്ങൾ അടുത്ത വീട്ടിലൊരു റേഡിയോ വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയി എല്ലാവരും ഒരുമിച്ചിരുന്ന് അയൽപ്പക്കക്കാർ കൂടി ഇരുന്ന് കേൾക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു സ്വരം ഇങ്ങനെ വരുന്നത്, ആ ചെറിയ ഇരുമ്പ് വഴികളിലൂടെ വരുന്നത് കാണുമ്പോൾ അതിങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന പാട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ വന്നിരുന്ന ഒരാവേശം അതെല്ലാവർക്കും കേൾക്കായിരുന്നു. അതുപോലെ TV വന്നപ്പോൾ 86-കളിൽ ദൂരദർശൻ എല്ലാ വീടുകളും വന്നിരുന്ന് കാണുവാണ്. അത് കാണുമ്പോൾ ഞാൻ എന്തോ വലിയ ഔദാര്യം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെയൊന്നും ചിന്തിക്കാൻ അതിൻ്റെ ഉടമസ്ഥനെ വാസ്തവത്തിൽ അവകാശമില്ല. കാരണം അവന് കിട്ടുന്നതല്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തച്ഛൻ, ഒരു ജോർജ് കുന്നേലച്ഛനെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. അദ്ദേഹം തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട ആ അച്ഛനെ ഇടയ്ക്കൊക്കെ അദ്ദേഹം ബൈക്കൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ എനിക്ക് ആരെങ്കിലും ഒരാൾ ബൈക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ ബൈക്ക് കൊടുത്താൽ പിന്നെ അച്ഛൻ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ, അല്ല അപ്പോൾ അവിടെ ആവശ്യം വരുമ്പോൾ ആരെങ്കിലും തരും, അങ്ങനെ ഒരു മനോഭാവം. തീർച്ചയായിട്ടും ശരിയാണ്. ആ അച്ഛനെ ആരെന്ത് ചോദിച്ചാലും കൊടുക്കുകയും ചെയ്യും. കാരണം അച്ഛൻ ഒന്നും സ്വന്തമായിട്ട് സൂക്ഷിക്കുന്നില്ല, ഇത് കൊടുക്കുവാണ് കണ്ടവർക്ക് മുഴുവൻ. അച്ഛനാ ബൈബിൾ വചനം എപ്പോഴും ഓർക്കണം, ഒന്നും കൈ പിടിക്കരുത്, വടിയോ. അതെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാന വിഷയമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഇന്നലത്തെ പ്രസംഗ വിഷയം അതായിരുന്നല്ലോ, വടിയോ ചെരിപ്പോ ഒന്നും നിങ്ങൾ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. അതിന് മറിച്ച് അപ്പോൾ അവരുടെ പുറകിലുള്ള ആറ്റിറ്റ്യൂഡാണ് വാസ്തവത്തിലെ ഈ ഡോക്യുമെൻ്റ് പറയുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങൾ, നമ്മുടെ ലഭിക്കുന്ന സമ്പത്ത് തന്നെ, നമ്മുടെ ഭൂമി, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ വഹിക്കുന്ന ഉദ്യോഗങ്ങൾ പോലും അത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനാണല്ലോ, അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനുള്ള നമ്മുടെ സമയം എല്ലാം. ഇതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് മോഷണത്തിന്റെ പരിധിയിലേക്ക് വരും. അപ്പം അത്രയും വ്യാപകമായ അർത്ഥം ഇതിനുണ്ട് എന്ന് ആണ് നമ്മുടെ സഭ അതുപോലെ ചില എക്സെപ്ഷൻ കേസുകളിലെ മറ്റുള്ളവരുടെ വസ്തുക്കൾ സ്വന്തമാക്കുന്നത് മോശമാവില്ല എന്ന് പോലും ഈ മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്നുണ്ട്.
അത് വളരെ ചെറിയ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമാണ് അന്യൻ്റെ വസ്തുക്കൾ പൊതുസമൂഹത്തിന് അവരുടെ അനുവാദം കൂടാതെയോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ അതിന്മേൽ ഒരു അവകാശം വന്നു വീഴുന്ന സന്ദർഭങ്ങൾ വളരെ വിരളമായിട്ടേ ഉണ്ടാകാറുള്ളൂ. ഡയർ നെസസിറ്റി, ഒരു ഡയർ നെസസിറ്റി എന്ന് പറയും. ഉദാഹരണമായിട്ട് 2018 പ്രളയം ഉണ്ടായപ്പോൾ ഞാൻ ഓർക്കുന്നു, ആലുവ പറവൂർ കവലയുടെ അവിടേക്ക് ഉണ്ടായിരുന്ന ചില സൂപ്പർ മാർക്കറ്റുകൾ, മാളുകൾ, ചെറിയ മാളുകൾ പോലത്തെ, വലിയ മാളുകൾ അവിടെ ഇല്ല. ആളുകൾ വെള്ളം കയറി ഭക്ഷണം കിട്ടാണ്ട് കിടന്ന് വിഷമിച്ചപ്പോൾ ചിലവർ ഈ വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ അടച്ചിട്ടായിരുന്നു. അപ്പോൾ ജനം കയറി അതിൻ്റെ ഷട്ടറൊക്കെ പൊളിച്ച് സാധനങ്ങൾ എടുത്തു. പോലീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊരു മോഷണത്തിൻ്റെ പരിധിക്ക് അപ്പുറത്താണ്. അപ്പം പോലീസ് ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത, പിന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓണേഴ്സ് വന്നിട്ട് അത് തുറന്നു കൊടുക്കുകയും ചെയ്തു. കാരണം അവരടച്ചിട്ട് പോയതാണല്ലോ. അപ്പോൾ ഇങ്ങനെ കുത്തിപ്പൊളിക്കേണ്ട, അത് എടുത്തോട്ടെ സാധാരണ, എങ്കിലും അതിക്രമം ചെയ്യാതെ എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ തുറന്നു കൊടുത്തായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള, അതുപോലെ തന്നെ നമ്മൾ കോവിഡ് വന്നു വന്ന അവസരത്തിൽ ഇതുപോലെ പ്രാഥമികമായ മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം, സാധനങ്ങളൊന്നും കിട്ടാണ്ട് വന്ന അവസരത്തിൽ അത് അവർക്ക് ലഭിക്കാൻ ചിലപ്പോൾ വേറെ ആൾക്കാരുടെ കയ്യിൽ അത് വളരെയധികം ധാരാളമായിട്ട് ഉണ്ടെങ്കിൽ ആ അവസരത്തിൽ അത് ഇവരുമായി പങ്കുവെക്കുക എന്നുള്ളത് കൂടി ഇവരുടെ ഒരു ഉത്തമ, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സാറ് സൂചിപ്പിച്ചത്. അതായത് യുക്തിസഹമല്ലാത്ത രീതിയിൽ കൈവശം വയ്ക്കുക, അല്ലെങ്കിൽ യുക്തിസഹമായ രീതിയിൽ അത് പങ്കുവെക്കപ്പെടേണ്ടതാണെന്ന് പൊതുജനത്തിന് തോന്നുന്ന ആ സന്ദർഭങ്ങളിൽ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ലംഘിക്കാവുന്നത്. അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും അവർ സ്വന്തമായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം പൊതുസമ്പത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ തന്നെ നമ്മൾ അധ്വാനിക്കുന്ന ആ അധ്വാനത്തിൻ്റെ ഫലത്തെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് സൂക്ഷിക്കാനുള്ള അവകാശവും മനുഷ്യനുണ്ട്. രണ്ടും ഉണ്ട്. അതായത് പൊതുസ്വത്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സ്വകാര്യ സ്വത്തിനും അതിൻ്റെതായിട്ട് ഓരോരുത്തരും അധ്വാനിക്കുന്നത് അവനെ സ്വന്തമായി സൂക്ഷിക്കാനുള്ള അവകാശത്തെ ഈ മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന അനുവദിച്ചു കൊടുക്കുന്നത് പോലെ. അതുകൊണ്ടാണല്ലോ മോഷ്ടിക്കരുത് എന്ന് പറയുന്നത്. എൻ്റെ സമ്പത്ത്, എൻ്റെ ഭൂമി, എൻ്റെ മരങ്ങൾ, എൻ്റെ അറിവ്, എൻ്റെ എന്ന് പറയാവുന്ന ഞാൻ അധ്വാനിച്ച് സംഘടിപ്പിച്ച ഈ എല്ലാ കാര്യങ്ങളും എൻ്റെ സ്വന്തമായി ഉപയോഗിക്കാനുള്ള ഒരു അവകാശം മനുഷ്യനുണ്ട്. ആ കാര്യത്തെ മാനിച്ചുകൊണ്ടാണ് മോഷ്ടിക്കരുത് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഇത് വിനിയോഗിക്കുന്ന ആള് ഓർക്കണം, ഇത് അവരന് കൂടി അർഹതപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, കച്ചവടം ചെയ്യുന്ന ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ കച്ചവടം ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങി വിറ്റ് അതിൽ ക്രയവിക്രയം, അതിൻ്റെ ലാഭം ഞാൻ എടുക്കുന്നു. പക്ഷേ നിയമാനുസൃതമായ രീതിയിലായിരിക്കാം ഞാൻ കച്ചവടം ചെയ്യുന്നത്, നിയമാനുസൃതമായ രീതിയിലാണ് കച്ചവടം ചെയ്യുന്നത് എങ്കിലും നമ്മൾ ആലോചിക്കണം, നമ്മൾ അതിൽ നിന്നൊരു ലാഭം എടുക്കുമ്പോൾ, ആ കച്ചവടം നടത്തുമ്പോൾ മറ്റുള്ളവൻ്റെ പൈസയാണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, ഇപ്പം ഞാൻ അച്ഛനാണ്, ബലിയർപ്പിക്കുന്നു, എനിക്ക് കുർബാന ചെല്ലാനായിട്ട് ഇൻറ്റൻഷൻ തരുന്നുണ്ട്. അപ്പോൾ ഒരു കുർബാനയ്ക്ക് 100 രൂപ ആണ്. അപ്പം ഞാൻ പറയുകയാണ്, ഒരു മാസം എനിക്ക് 30 കുർബാന ചെല്ലാം, 3000 രൂപ എനിക്ക് കിട്ടുന്നു. പിന്നെ 10000 രൂപ ശമ്പളം. അപ്പോൾ 13000 രൂപ എനിക്ക് സെമിനാരിയിലെ ശമ്പളം. ഈ 13000 രൂപ എൻ്റേതാണ് പൂർണ്ണമായിട്ട് എന്ന്, അത് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് ചിന്തിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ വൈദികനായത് സഭ എന്നെ നിയമിച്ചതുകൊണ്ടും തിരഞ്ഞെടുത്തതുകൊണ്ടും കൂടിയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സേവന ശുശ്രൂഷയുടെ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. പലരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ പഠിക്കുമ്പോൾ സെമിനാരിക്ക് പൈസ, ചെറിയ ഫീസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, നല്ല നോമിനൽ. അപ്പോൾ ഞാൻ അച്ഛനാണ്, എനിക്ക് ഈ ശമ്പളം കിട്ടുന്നത് എൻ്റെ കയ്യിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് എന്ന് ഞാൻ ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. കാരണം മാത്രമല്ല, അത് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ കൊടുത്ത പൈസയിൽ നിന്നാണല്ലോ ഒരു ഇടവകയിൽ ശമ്പളം കൊടുക്കണേ. അങ്ങനെ തന്നെയല്ലേ എല്ലാ ഉദ്യോഗങ്ങളും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ
പഠിപ്പിക്കുന്നു, അദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസി ശമ്പളം കൊടുക്കുന്നു. അദ്ദേഹം അധ്വാനിക്കുന്നുണ്ട് തീർച്ച. പക്ഷേ അദ്ദേഹത്തിന് അധ്വാനിക്കുന്ന ഈ അധ്വാനത്തിന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇപ്പം ഞാൻ അതുപോലെ സെമിനാരിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം എൻ്റെ സ്വന്തമാണോ? ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിലുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതണം, എവിടെ നിന്നൊക്കെ എത്രയോ വായിച്ചിട്ടാണ് നമ്മൾ അതിനെ സംഗ്രഹിച്ച് നമ്മുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് നമ്മുടെ ഒരു ചെറിയൊരു സംഭാവനയുള്ളൂ. സമൂഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാം. ഇപ്പം നമ്മളിന്ന് സംസാരിച്ച ഞാൻ തന്നെ ചില ഓതേഴ്സ് ഇട്ടിക്കോരെ ടി ഡി രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, സിനിമയെ കുറിച്ച് പറഞ്ഞു. എത്രയോ മറ്റുള്ളവരുടെ അധ്വാന ഫലത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി തന്നെ ഇവിടെ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ എൻ്റേത് എന്ന് പറഞ്ഞ് ഞാൻ ഒരു അച്ഛനായാലും ഒരു അധ്യാപകനായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായാലും വക്കീലായാലും ഏത് തസ്തികയിലൂടെ പ്രവർത്തിക്കുന്ന ആളായിക്കൊള്ളട്ടെ, നമ്മൾ സ്വന്തമെന്ന് കരുതി കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മുടെ അധ്വാന ഫലം കൊണ്ട് നമുക്കത് സൂക്ഷിക്കാൻ അവകാശമുണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നമ്മൾ ഇതിൻ്റെ കാര്യസ്ഥന്മാർ, സ്റ്റുവേർഡ്സ്, കസ്റ്റോഡിയൻസ് മാത്രമാണെന്ന് ഓർക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പനയുടെ ആദ്യ എപ്പിസോഡിലൂടെയാണ് നമ്മൾ ഇന്ന് ചർച്ച നയിച്ചത്. പ്രേക്ഷകർക്ക് ഇനിയും വിശദീകരിച്ചു കൊടുക്കാനായിട്ട് ധാരാളമുണ്ട്. അച്ഛൻ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു. ഏഴാം കൽപ്പനയുടെ ആദ്യത്തെ എപ്പിസോഡ് ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് തുടർന്നുള്ള എപ്പിസോഡുകളിലും അച്ഛൻ വിശദീകരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.